എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈവ് മിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ തരംഗമായിരിക്കുന്ന വേടനെക്കുറിച്ചാണ്. യുവാക്കളും യുവതികളും വളരെ ഹരമായിട്ടാണ് വേടൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഒഴുകിയെത്തുന്നത്. വേടൻ വളരെ പ്രായം കുറഞ്ഞൊരു യുവാവാണ്. പ്രസൻറ്റേഷൻ ഒരു പ്രോഗ്രാം പോലെ നടത്തുന്നു. കാരണം കുറച്ച് സംസാരവും കുറച്ച് മ്യൂസിക്കും കുറേ പാട്ടുകളും കുറേ കുറച്ച് ലൈറ്റ് സെറ്റിങ്സും ഇടകലർത്തി ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അതിനനുസരണമായി താളം പിടിക്കുമ്പോൾ കാണികളും അതിനോടൊപ്പം താളം തുള്ളുന്നു. പുതിയ മോഡൽ ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് കൂടുതലുണ്ടാകുന്നു. അത് കാരണമായിരിക്കും ആൾക്കാർ കൂടുന്നത്. അപ്പോൾ ഈയിടയ്ക്ക് ഈ ശശികല ടീച്ചറിൻ്റെ ചില പ്രസ്താവനകളും കേൾക്കാനിടയായി. ശശികല ടീച്ചർ അവർ പറയുന്നത് അമ്പലപ്പറമ്പുകളിൽ ഉപയോഗിക്കുന്ന ഭാഷകളല്ല വേടൻ ഉപയോഗിക്കുന്നത്. ശരിയായിരിക്കാം. കാരണം ഈ അമ്പലപ്പറമ്പെന്ന് പറഞ്ഞാൽ ഈ സംഗീതവും വല്ല ഗാനമേളയും ഈ ലെവലിലാണ്. ഇവിടെ ഈ വേടൻ്റെ ഭാഷയിൽ കൂടുതൽ ജാതിയെക്കുറിച്ചും ജാതി കാര്യങ്ങളെക്കുറിച്ചും അവഗണനയെക്കുറിച്ചും അതൊക്കെ എന്തൊക്കെയോ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഒരു വാക്കുകൾ ചേർത്ത് തട്ടിക്കൂട്ടിയ പാട്ടുകളാണ്. എങ്കിലും കേൾക്കാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. ഇനി ഈ പ്രോഗ്രാം കാണാൻ വരുന്നവർ ഒരിക്കലും താഴ്ന്ന ജാതിക്കാരല്ല. എല്ലാ മേഖലയിലുള്ളവരും വരുന്നുണ്ട്. ട്രെൻഡാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ്. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഏതായിരുന്നാലും എവിടെയായിരുന്നാലും ഒരു ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ ആൾക്കാർ ഇങ്ങനെ ഒഴുകിയെത്തും. അത് മാത്രമേ വേടനിൽ കൂടെ കാണുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ചിന്തിച്ചു പോകും, നമ്മുടെ അന്തരിച്ച മൈക്കൽ ജാക്സൻ്റെ മോഡൽ ആണോ എന്നുകൂടെ നമുക്ക് തോന്നിപ്പോകും. കാരണം ഈസ് ഹാവിങ് എ ഗുഡ് പ്രസൻറ്റേഷൻ. ഇതിനിടയ്ക്ക് വേടൻ പല കേസിലും പെട്ടു. മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലുണ്ട്, മദ്യപിച്ച കേസിലുണ്ട്, ഈ പുലിനകൻ ഉപയോഗിച്ച കേസ്, ഇങ്ങനെ പലതുമുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും കേസുകൾ ഒത്തിരിയുണ്ട്. പക്ഷേ ഗവൺമെൻറ് പ്രോഗ്രാമിലും വേടൻ ആ പ്രോഗ്രാമെല്ലാം നടത്തിയിരിക്കുകയാണ്. ഒത്തിരി നല്ല ജനശ്രദ്ധയെ ആകർഷിച്ചു. എന്തായിരുന്നാലും നാം എന്തിനും ഒരു എന്തെങ്കിലും ന്യൂനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർ സംസാരിക്കും. ശശികല ടീച്ചറെക്കുറിച്ച്, ശശികല ടീച്ചർ ഒരു മതത്തിന് വേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എന്തിനെക്കുറിച്ചും സംസാരിക്കാം. അതാർക്കും തടയാൻ പറ്റില്ല. ഒപ്പം വേടനെ സംബന്ധിച്ച് വേടനും പ്രോഗ്രാം നടത്താം. വേടൻ്റെ വാക്കുകൾ, വേടൻ്റെ കവിതകൾ, വേടൻ്റെ സംഗീതങ്ങളെല്ലാം വേടനും പ്രസൻറ്റ് ചെയ്യാം. അത് നിയമങ്ങൾക്ക് എഗൻസ്റ്റ് ആണെങ്കിൽ ആ നിയമവശങ്ങൾ അത് കാണിച്ചുകൊണ്ട് വേടനെതിരെ കംപ്ലൈൻറ്റും കൊടുക്കാം. ഇപ്പോൾ അമ്പലപ്പറമ്പിൽ മോശമായ പാട്ടുകളും മോശമായ ഭാഷകളും ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം നടത്തിയതിൽ ശശികല ടീച്ചറിന് വിഷമമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ ബന്ധപ്പെടാം. ഇനി ഉണ്ടാകുന്ന അമ്പലപ്പറമ്പുകളിൽ ഉള്ള പ്രോഗ്രാം കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ശശികല ടീച്ചറിന് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യട്ടെ. ഇനി വേടനെ സംബന്ധിച്ച് നമുക്കൊന്ന് പറയാനുള്ളത്, നല്ലൊരു ചെറുപ്പക്കാരൻ, കുറച്ച് ക്രൗഡ് ഫുള്ളാക്കാൻ പറ്റുന്നുണ്ട്, കുറച്ച് ആൾക്കാരെ എൻഗേജ് ചെയ്യുന്നുണ്ട്. എത്രയും നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മൈക്കൽ ജാക്സൺ മോഡലുള്ള ഒരു സെറ്റിങ്സാണ്. അതിൽ അവരൊക്കെ ആ സ്റ്റേജിലൊക്കെ കാട്ടിക്കൂട്ടി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ വേടൻ ഓരോ പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്യുന്നത്. വേടനെ സംബന്ധിച്ച് എന്ത് തന്നെയായിരുന്നാലും വേടൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിന് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാം. അതിലൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പിന്നെ വേടൻ ചിന്തിക്കേണ്ടതൊന്നും മാത്രം,
കഴിയുന്നതും ജാതി സ്പർദ്ധയും മുൻകാലങ്ങളിൽ നടന്ന ഓടിക്കൾ അതിപ്പോൾ ആരും ഓർക്കുന്ന മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പല മോശമായ പ്രവണതകൾ, കീഴ് ജാതി മേൽ ജാതി എന്നുള്ളൊക്കെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പോയി. ഇപ്പോൾ ആരും ജാതി ചോദിക്കാറില്ല, ആരും ഒന്നും ബോധേഡല്ല. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാന ആൾക്കാർക്ക് അവർക്ക് ജോലി ചെയ്യണം, അവർക്ക് ശമ്പളം കിട്ടണം, അവർക്ക് പുറത്തു പോകണം, ലൈഫ് എൻജോയ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. എവിടെയെങ്കിലും നല്ല ടോപ്പ് മ്യൂസിക്കോ വലിയ ഇതാണെങ്കിൽ അവർക്ക് സ്വയം വന്നൊരു ഡാൻസ് എന്നുള്ള ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഏത് കലാകാരൻ്റെ ഫ്രണ്ടിലും അവരാടും, അവർ ഓടിക്കൾ, അവർ ഡാൻസ് കളിക്കും, അവർ ഒപ്പം ചാടും. വീണ്ടും എവിടെയൊക്കെ പ്രോഗ്രാം തീർന്നോ പ്രോഗ്രാം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരോടൊപ്പം 10 പേരെ കൂട്ടിയും കൊണ്ടുപോകും. അങ്ങനെയാണ് വേടൻ്റെ പ്രോഗ്രാം കണ്ടുവരുന്നത്. സോ ശശികല ടീച്ചർ ഒന്ന് ചിന്തിക്കാം. ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ട് ആശയങ്ങൾ അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ ചിലർ ഇഷ്ടപ്പെടുന്നു, ചിലർ ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാത്തവർക്ക് അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പോൾ ഇഷ്ടപ്പെടാത്തവരിലും കൂടുതലായി കാണുന്നത്. സോ ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ ഒരു വേറിട്ട ലെവലിലുള്ള ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മൾ അവരെ എൻകറേജ് ചെയ്യിപ്പിക്കണം. ഇതേ പ്രോഗ്രാം തമിഴ്നാട്ടിൽ എവിടെയാണ് ഇതിനേക്കാളും ആൾക്കാരെ കൂട്ടാൻ പറ്റും, കൂടും. അപ്പോൾ അതിലും എത്രയോ ഭേദമാണ് നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഓരോ ഭാഗത്തായിട്ട് ഇത്രയും ആളെ കൂട്ടി അവരെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനുള്ള ഒരു ടാലൻറ്റ് ഉണ്ടാക്കിയ ഈ വേടനെ പോലുള്ളവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിനായി നമ്മൾ മറ്റൊരു രീതിയിലൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. എന്താ പറയുക, ടീച്ചറിൻ്റെ ശശികല ടീച്ചറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ ശരിയായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിരിക്കാം. ഇതിനെ നമ്മൾ വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റേണ്ട ഒരു കാര്യമില്ല. ആർക്കെങ്കിലും ഈ രീതിയിൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എൻ്റർടൈൻ ചെയ്യണം, നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ വലിയ മെഗാ ഷോയൊക്കെ നടക്കുന്നുണ്ട് പല ഭാഗത്തും. അവിടുന്ന് പാവപ്പെട്ടവർക്കൊന്നും എത്താൻ പറ്റില്ല. ഇത് എല്ലാ സാധാരണ ജനങ്ങൾക്കും എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും എൻ്റർടൈൻ ചെയ്യാൻ പാകത്തിനാണ് ഈ വേടൻ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ വേടൻ്റെ പ്രോഗ്രാമൊന്നും കാണാറില്ല, കണ്ടിട്ടില്ല. എനിക്കതിനുള്ള സമയം കിട്ടാറില്ല. ഈ യൂട്യൂബിൽ കൂടി കാണുന്ന ചില കൊച്ചു ക്ലിപ്പുകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. പക്ഷേ മറ്റു ചില യൂട്യൂബിൽ കൂടെ ഞാൻ കേട്ടതാണ് ശശികല ടീച്ചറിൻ്റെ പരാമർശങ്ങൾ. അത് ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, പബ്ലിക് ന്യൂസൻസ് ഉണ്ടാകാതിരിക്കണം, അത് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഏത് പ്രോഗ്രാം എന്തായിരുന്നാലും ആ പേരിൽ ഒരു കലഹമോ അക്രമമോ ഒരു വടികൾ മറ്റു ചേരിതിരിഞ്ഞുള്ള പ്രശ്നങ്ങളോ യാതൊന്നും ഉണ്ടാക്കരുത്. ഇപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി എല്ലാം ഒത്തിരി ചെയ്യപ്പെട്ട് കേരളത്തിൽ കൂടുതൽ ഹിന്ദുക്കളാണ്. അതായത് ശശികല ടീച്ചറിൻ്റെ മെൻറ്റാലിറ്റിയാണ് മറ്റെല്ലാ ഹിന്ദുക്കൾക്കാണെങ്കിലും ഒരുപക്ഷെ അതിന് ആക്ഷൻ എടുത്തിരിക്കാം. പക്ഷേ എത്ര പേര് അതിനുവേണ്ടി മുമ്പോട്ട് വരുന്നു? വേടൻ്റെ പരിപാടി ബഹിഷ്കരിക്കണം, അതിൽ പോകാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലും കൂട്ടമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ സംഭവിച്ചേക്കാം, സംഭവിക്കാതിരിക്കാം. സോ നമ്മൾ വേടൻ്റെ പിന്നാലെ ഒരു പ്രശ്നം നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ടീച്ചർ കഴിയുന്നതും പ്രസംഗങ്ങൾ നടത്തുമ്പോൾ വിവാദ പ്രസംഗമാകാതെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കും. അതൊരു ഭീഷണി സ്വരത്തിൽ പറയാതിരിക്കാൻ ശ്രമിക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാട്.